ജനുവരി 9 വ്യാഴാഴ്ച. ലൂക്ക 4:14 മുതൽ 22 വരെ വാക്യങ്ങൾ. ദുബായിൽ ഒരു ടാക്സി ഡ്രൈവറുണ്ട്. യാത്രക്കാരോട് വളരെ ബഹുമാനത്തോടെയും കരുതലോടെയും പെരുമാറുന്ന ഒരു ഡ്രൈവർ. ഒരു യാത്രക്കാരൻ തൻ്റെ കാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ അയാളുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൈമാറുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: എൻ്റെ പ്രധാന കടമ ഉപഭോക്താക്കളെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് വളരെ ശ്രദ്ധയോടെയും കുറഞ്ഞ ചെലവിലും കഴിയുന്നത്ര വേഗത്തിലും എത്തിക്കുക എന്നതാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ വലിയ വിലമതിപ്പോടെ അവർ ഈ നഗരം വിടുന്ന വിധത്തിൽ ഞാൻ അവരോട് പെരുമാറും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു തൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നതായി നാം കാണുന്നു. വായിക്കുവാൻ ചുരുൾ കൊടുത്തപ്പോൾ യേശു യെശയ്യാ പുസ്തകം തുറന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് തുടങ്ങുന്ന 61 അധ്യായത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഒരു നിമിഷം ഈ വാക്കുകൾ ധ്യാനിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേലുണ്ടെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതവും രഹസ്യവും. ദൈവം യേശുവിനെ നമ്മുടെ അടുക്കിലേക്ക് അയച്ചതുപോലെ മറ്റുള്ളവരോട് സുവാർത്ത അറിയിക്കാനും ബന്ധിതർക്ക് സ്വാതന്ത്ര്യം നൽകാനും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാനും ദൈവം നമ്മെ അയക്കുന്നു. ഇന്ന് നമുക്കൊരു ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ നമ്മുടെ ലോകത്തിൻ്റെ അന്ധകാരത്തിലേക്ക് നമ്മുടെ പങ്കും ചേർക്കുക, അല്ലെങ്കിൽ ഇന്ന് നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും ഒരു പ്രകാശകിരണമാവുക. എന്തായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രകാശവാഹകരാകാൻ നമുക്ക് കൃപ ലഭിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.